JKR അക്കാഡമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലി ഒഴിവിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിലെ പഞ്ചായത്തുകളിൽ ഹരിതകർമ്മസേന കോർഡിനേറ്റർമാരുടെ ഒഴിവ് വന്നിട്ടുണ്ട്. അതിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 25 to 40 അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 36 വയസ്സ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കില്ല എന്ന് പറഞ്ഞ് അപേക്ഷ സമർപ്പിക്കാതിരിക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട്. അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ ഇതൊരു സുവർണ അവസരമാണ്. 25 മുതൽ 40 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കുടുംബശ്രീയുടെ അപേക്ഷാ ഫോറം കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ നിന്ന് നേരിട്ട് വെബ്സൈറ്റിൽ നിന്നോ ലഭിക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അതായത് കുടുംബശ്രീ ഹരിതകർമ്മസേന പദ്ധതി നിർവഹണത്തിനായി ഹരിതകർമ്മസേന കോർഡിനേറ്റർമാരെ ജില്ലാ അടിസ്ഥാനത്തിൽ നിയമിക്കുകയാണ്. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും ഹരിതകർമ്മസേന കോർഡിനേറ്റർമാരെ നിയമിക്കുകയാണ്. ഓണറേറിയമാണ് ശമ്പളമായിട്ട് നൽകുന്നത്. അതായത് ജില്ലാ അടിസ്ഥാനത്തിലും സംസ്ഥാനത്തിലും എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലുമാണ് നിയമനം. ആകെ 955 ഒഴിവുകളാണ് ഉള്ളത്. അതിനകത്ത് ഹരിതകർമ്മസേന കോർഡിനേറ്റർമാർ ജില്ലാ അടിസ്ഥാനത്തിൽ 14 ഒഴിവാണുള്ളത്. അതിന് 25,000 രൂപ ഓണറേറിയം ഉണ്ട്. അതുപോലെ തന്നെ യോഗ്യത ബിരുദാനന്തര ബിരുദമാണ്. കമ്പ്യൂട്ടർ പരിജ്ഞാനവും 2 വർഷത്തെ ഫീൽഡ് ലെവൽ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രായപരിധി 25 to 40 അതുപോലെ തന്നെ ഹരിതകർമ്മസേന കോർഡിനേറ്റർ CDS ഒഴിവ് 941 ഒഴിവുള്ളത്. അതിനകത്ത് പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ്. അവിടെ ഓർഡിനറി നൽകുന്നതെന്ന് പറയുന്നത് 10,000 രൂപയാണ്. യോഗ്യത ബിരുദം ഡിപ്ലോമ കമ്പ്യൂട്ടർ പരിജ്ഞാനമാണ്. സ്ത്രീകൾക്ക് മാത്രമാണ് ഒഴിവുള്ളത്. അവിടെ പ്രായപരിധി 25 to 40 തെരഞ്ഞെടുപ്പ് എഴുത്തു പരീക്ഷയുടെയും അതുപോലെ തന്നെ അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. കുടുംബശ്രീയെ സംബന്ധിച്ചുള്ള വിവരങ്ങളും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പദ്ധതികൾ, ഹരിതകർമ്മസേന, മാലിന്യ സംസ്കരണം, കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷ്, റീസണിംഗ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്നീ വിഷയങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥിയും പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, റാങ്ക് പട്ടിക ജില്ലാ അടിസ്ഥാനത്തിലാണ് പ്രസിദ്ധീകരിക്കേണ്ടത്. അപേക്ഷാ ഫോറം നമുക്ക് എവിടുന്ന് ലഭിക്കുമെന്ന് പല ഉദ്യോഗാർത്ഥികളും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപേക്ഷാ ഫോറം കുടുംബശ്രീ മിഷൻ ഓഫീസിലും നേരിട്ടോ വെബ്സൈറ്റിൽ നിന്നോ ലഭ്യമാവുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഫോട്ടോ അടങ്ങിയ പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, അയൽക്കൂട്ട അംഗം, കുടുംബാംഗം, ഓക്സിലറി ഗ്രൂപ്പ് അംഗമാണെന്നതിനും വെയിറ്റേജ് മാർക്കിന് അർഹപ്പെട്ട അപേക്ഷയാണെങ്കിൽ നിന്ന് CDSന്റെ സാക്ഷ്യപത്രവും ഡിമാൻഡ് ഡ്രാഫ്റ്റും സമർപ്പിക്കണം. അപേക്ഷ കവറിന് പുറത്ത് തസ്തികയുടെ കോഡ് രേഖപ്പെടുത്തണം. അപേക്ഷ ഫീസ് 200 രൂപയാണ്. അതുപോലെ തന്നെ ഓരോ തസ്തികയ്ക്കും പ്രത്യേക അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ അതാത് ജില്ലകളിൽ സമർപ്പിക്കണം. അവസാന തീയതി സെപ്റ്റംബർ 13 വെബ്സൈറ്റ് ഞാൻ ഒരിക്കൽ കൂടി പറയാം, www.kudumbashree.org. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള എല്ലാ പഞ്ചായത്തുകളിലും ഏകദേശം 941 ഒഴിവുകളാണ് CDSൽ ഹരിതകർമ്മസേന കോർഡിനേറ്റർ ഉള്ളത്. അതുപോലെ തന്നെ ഹരിതകർമ്മസേന കോർഡിനേറ്റർ ജില്ലാ അടിസ്ഥാനത്തിൽ 14 ഒഴിവുമാണുള്ളത്. അങ്ങനെ 955 ഒഴിവുകളാണ് മൊത്തത്തിലുള്ളത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാൻ, ഡിഗ്രി യോഗ്യതയുള്ളവരും അതുപോലെ തന്നെ ബിരുദാനന്തര ബിരുദമുള്ളവരും ഒക്കെ എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ കമ്പ്യൂട്ടർ പരിജ്ഞാനവും പറയുന്നുണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 13 അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ വെബ്സൈറ്റിന്റെ അഡ്രസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അപേക്ഷാ ഫോറവും കാര്യങ്ങളെല്ലാം തന്നെ അവിടുന്ന് വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ നേരിട്ട് ജില്ലാ ഓഫീസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.